നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ധനമന്ത്രാലയവും കഴിഞ്ഞ ദിവസം കേരളത്തിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ് തേടിയിരിക്കുന്നത്. കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ആക്രമണമാണോ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും ഇവിടെ കേരള പോലീസിലാണ് ഇഡി ഉദ്യോഗസ്ഥർ പരാതി നൽകിയിരിക്കുന്നത്. അതിലപ്പുറം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ധനമന്ത്രാലയത്തിനും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള റിപ്പോർട്ടും ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. പിണറായി വിജയന്റെ വീടുകളിലും അതുപോലെ തന്നെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല അഴിമതി ആരോപണങ്ങൾ നടക്കുന്ന കമ്പനികളിലൊക്കെ തന്നെ ഏകദേശം 12 ഇടങ്ങളിൽ ഒരേ സമയം ഇഡി റെയ്ഡിന് എത്തിയതായിരുന്നു വലിയ ഒരു കോളിളക്കം ഇവിടെ CPM സൃഷ്ടിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. അതും സംഭവങ്ങൾ പ്രതിഷേധിക്കാനുള്ള അവകാശമൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് അതിര് വിടുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. CRPF ഉദ്യോഗസ്ഥർക്കും ഇഡി ഉദ്യോഗസ്ഥർക്ക് അടക്കം പരിക്ക് പറ്റുന്ന കാഴ്ചകൾ കണ്ടു. മാത്രമല്ല അവരുടെ വാഹനങ്ങൾ തെരുവിലിട്ട് തകർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏതായാലും ഇപ്പോൾ വിഷയത്തിൽ കേന്ദ്ര ധനമന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അമിത്ഷായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അവിടെ നിന്നൊക്കെ തന്നെ കടുത്ത ഒരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആവേശമൊക്കെ പിണറായി വിജയനും സഖാക്കൾക്കും ഉണ്ടാകുമോ എന്നുള്ളത് കൂടി നമ്മൾ ഇവിടെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ അതിവേഗം നീങ്ങുകയാണെന്ന ചില അതീവ നിർണായക സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇന്നലെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ കാറ് തകർത്ത് ഇഡിയെ വിട്ടുകഴിഞ്ഞാൽ ഇനി ഈ കേസ് അവരങ്ങ് അടച്ചുപൂട്ടും അല്ലെങ്കിൽ ആ ഫയൽ അങ്ങ് ക്ലോസ് ചെയ്യും എന്നാണ് ഇവിടെ പ്രതിഷേധിച്ച സഖാക്കളൊക്കെ കരുതിയെങ്കിൽ അത് തെറ്റാണ്. തീർച്ചയായിട്ടും കൂടുതൽ തെളിവുകൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ കേസന്വേഷണവുമായി മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഇനി 10 അല്ല ഒരു 100 കേന്ദ്രസേനയെ ഇവിടെ ഇറക്കേണ്ടി വന്നാൽ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിലും ആർക്കും ഒരു സംശയമില്ല. ഇനിയിപ്പോൾ കേരളത്തിൽ നിയമസഭയുടെ നയപ്രഖ്യാപന പ്രസംഗം ഉൾപ്പെടെയുള്ള സുപ്രധാന രാഷ്ട്രീയ നീക്കങ്ങൾ സംസ്ഥാനത്ത് നടക്കാനിരിക്കെയാണ്. ഇഡിയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കേരളം. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനോ നേരിട്ടുള്ള അറസ്റ്റിനോ ഉള്ള നിയമപരമായ സാധ്യതകളാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ സജീവമായി പരിശോധിക്കുന്നത്. നാളെയാണ് നിയമസഭയിൽ പുതിയ UDF സർക്കാരിന്റെ നയപ്രഖ്യാപനം. റെയ്ഡിൽ പിടിച്ചെടുത്ത നിർണായക രേഖകളും ഡിജിറ്റൽ തെളിവുകളും കൊച്ചി ഓഫീസിൽ ഉദ്യോഗസ്ഥർ അതിവേഗം വിശകലനം ചെയ്തു വരികയാണ്. അന്വേഷണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി കിടന്നിരുന്ന 18,36 ലക്ഷം രൂപയോളം ഇഡി ഇതിനകം മരവിപ്പിച്ചു കഴിഞ്ഞു. 242ഓളം ബാങ്ക് അക്കൗണ്ടുകളാണ് കേന്ദ്ര ഏജൻസി ഒരൊറ്റ നീക്കത്തിൽ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈ അക്കൗണ്ടുകളിലൂടെയുള്ള കോടികളുടെ പണമിടപാടുകളുടെ ഉറവിടം വ്യക്തമായാൽ ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇഡി കടക്കുമെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിൽ പരിശോധന കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര സുരക്ഷാ സേനാംഗങ്ങൾക്കും നേരെ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ അക്രമം കേസിനെ ഏതായാലും മറ്റൊരു തലത്തിലേക്ക് കൂടി എത്തിച്ചിരിക്കുകയാണ്. യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് ഒരു സംഘം ആളുകൾ കമ്പികളും കല്ലുകളുമായി ഇഡി ഉദ്യോഗസ്ഥരുടെയും കേന്ദ്ര സുരക്ഷാ സേനാംഗങ്ങളുടെയും വാഹനങ്ങൾ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഒരു വാഹനത്തിന്റെ ഡ്രൈവർക്ക് കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയുമുണ്ടായി. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നുവെന്ന വിലയിരുത്തൽ ഇനി നടക്കാനിരിക്കുന്ന എല്ലാ നിർണായക നീക്കങ്ങൾക്കും തദ്ദേശീയ പോലീസിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചതായാണ് വിവരം. അടുത്ത ഘട്ടത്തിൽ വീണയെ ലക്ഷ്യമിട്ട് ഇഡി സംഘം എത്തുമ്പോൾ തോക്കേന്തിയ കൂടുതൽ കേന്ദ്ര സുരക്ഷാ സേനയുടെ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും അവർ വന്നിറങ്ങുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതിനു മുമ്പ് ബംഗാളിലാണ് ഇത്തരത്തിൽ നടന്നിരിക്കുന്നത്. അന്നും ഇഡി സംഘം വളരെ വിവാദമായിട്ടുള്ള ഒരു അന്വേഷണത്തിനായിട്ട് എത്തിയപ്പോഴും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായി. അന്ന് പലർക്കും പരിക്കേൽക്കുന്ന കാഴ്ചയും കണ്ടു. ഏതായാലും അത്തരത്തിലൊരു സമാനമായ സാഹചര്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ
തിരുവനന്തപുരം പോലീസിൽ ഇ ഡി ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം കൂടുതൽ ശക്തമാകുന്നതോടെ വരും ദിവസങ്ങളിൽ നാടകീയമായ പല രംഗങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഈ പശ്ചാത്തലത്തിൽ അറസ്റ്റ് തടയുന്നതിനായി ടി വീണ വരും ദിവസങ്ങളിൽ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചേക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ ഡി ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അതീവ ഗുരുതരമായതിനാൽ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുക മാത്രമാണ് പ്രതിഭാഗത്തിന്റെ മുന്നിലുള്ള വഴി. എന്നാൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി ചെറുക്കാനും കൃത്യമായ തെളിവുകൾ നിരത്തി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുമാണ് ഇ ഡിയുടെ നീക്കം. പിണറായി വിജയന്റെ മകളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ CPM അതിനെ രാഷ്ട്രീയമായി എങ്ങനെ പ്രതിരോധിക്കുമെന്നതും കേരളം ഉറ്റുനോക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ ഇ ഡിയുടെ അന്വേഷണവും സമൻസുമല്ല സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയ ഹൈക്കോടതി ഉത്തരവ് കൊച്ചി ഇ ഡി ഓഫീസിൽ ലഭിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി 8-ന് ശേഷം മാത്രമാണ്. ആ ഒറ്റ രാത്രി കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച നിർണായകമായ റെയ്ഡിനെ ഇ ഡി തീരുമാനമെടുത്തത്. അതിവേഗത്തിലുള്ള ഈ തീരുമാനത്തിന് പിന്നിൽ കൃത്യമായ ചില സമയക്കൂട്ടുകൾ ഇ ഡി കണക്ക് കൂട്ടിയിരുന്നു. വിധി വന്നതിന് തൊട്ടടുത്തുള്ള 2 ദിവസം ഹൈക്കോടതി അവധിയാണെന്ന പെർഫെക്റ്റ് ടൈം ആയിരുന്നു ഈ അർദ്ധരാത്രി ഓപ്പറേഷന് പിന്നിലെ പ്രധാന കാരണം. കോടതി അവധിയായതിനാൽ പ്രതിഭാഗത്തിന് പെട്ടെന്ന് മറ്റു നിയമ നടപടികളിലേക്ക് നീങ്ങാൻ കഴിയില്ലെന്ന് ഇ ഡി ഉറപ്പിച്ചു. കേരളത്തിലും ബംഗളൂരുലുമായി 10 ഇടത്താണ് ഒരേ സമയം റെയ്ഡ് പ്ലാൻ ചെയ്തത്. ഇതിനായി ഡൽഹിയിലെ ഇ ഡി ആസ്ഥാനത്ത് നിന്ന് അടിയന്തര അനുമതി വാങ്ങുകയും 50-ലേറെ ഉദ്യോഗസ്ഥരെ വിവിധ സംഘങ്ങളായി തിരിച്ചൊതുക്കുകയും വേണമായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് കോടതി ഉത്തരവ് കിട്ടിയതു മുതൽ ബുധനാഴ്ച രാവിലെ 7-ന് റെയ്ഡ് തുടങ്ങും വരെയുള്ള ആ 11 മണിക്കൂർ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അതീവ നിർണായകമായിരുന്നു. റെയ്ഡ് വിവരം ചോർന്നാൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തെളിവ് നശിപ്പിക്കലും ഉണ്ടാകുമെന്ന് ഇ ഡി സംഘം മുൻകൂട്ടി കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചി ഓഫീസിലെ വളരെ ചുരുക്കം ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇതിന്റെ പൂർണ്ണ രൂപം അറിയാമായിരുന്നത്. 2 വർഷം മുമ്പാണ് CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാടിൽ ഇ ഡിയുടെ അന്വേഷണവും സമൻസുമല്ല സ്റ്റേ ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതിയിൽ വരുന്നത്. CMRLന്റെയും ഉദ്യോഗസ്ഥരുടെയും ആ ഹർജി ദീർഘനാളത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഹൈക്കോടതി തള്ളിയതും ചൊവ്വാഴ്ചയായിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് ഔദ്യോഗികമായി കൈപ്പറ്റാൻ രാത്രി വൈകുന്നതുവരെ ഇ ഡി സംഘത്തിന് കാത്തിരിക്കേണ്ടി വന്നു. നിയമപരമായ തടസ്സങ്ങൾ നീങ്ങിയതോടെ ഇ ഡി കൊച്ചി ഓഫീസിലെ യൂണിറ്റ് 4-ന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ സിമിയുടെ നേതൃത്വത്തിലായിരുന്നു മിന്നൽ നീക്കങ്ങൾ ഏകോപിപ്പിച്ചത്. CMRL കമ്പനിയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സ്റ്റേ വാങ്ങാനുള്ള സാധ്യതകൾ ഏറെയായിരുന്നു. ഈ കണക്ക് കൂട്ടലിലാണ് അവർ കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിവേഗത്തിലുള്ള റെയ്ഡ് ഇ ഡി ആസൂത്രണം ചെയ്തത്. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂല ഉത്തരവ് സമ്പാദിക്കാൻ പ്രതിഭാഗത്തിന് സമയം നൽകരുത് എന്നതായിരുന്നു ഇ ഡിയുടെ തന്ത്രം. അതിനുമപ്പുറം കേസ് നടപടിക്രമങ്ങളുടെ ഭാഗമായി അന്വേഷണ പരിധിയിലുള്ള വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ കൂടി ഈ റെയ്ഡിന് പ്രധാന ലക്ഷ്യമായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് മുമ്പ് ലഭിച്ചിരുന്ന താൽക്കാലിക ആശ്വാസങ്ങൾ നീങ്ങിയതോടെ ഇ ഡിക്ക് മുമ്പിൽ ഇനി നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല. ഒരു വിവര സാങ്കേതിക വിദ്യ സംബന്ധിച്ച കൺസൾട്ടൻസി സേവനവും നൽകാതെ CMRL നിന്ന് 2,78,00,000 രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതും മറ്റു ഉപകമ്പനികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വായ്പയായി വാങ്ങിയതുമെല്ലാം കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഇ ഡി ഉറപ്പിച്ചു കഴിഞ്ഞു.